ഇന്ന് ഒന്നും കഴിയാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഉമ്മാനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ തൊട്ട് തലവേദന എടുക്കുന്നതാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് പോയിട്ട് ഒന്നും കൂടി അവിടെ തന്നെ കിടന്ന് പിന്നെ ഇതാ ഞാൻ വേഗം വന്നിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ച് മുട്ടക്കറി വെക്കാൻ. പിന്നെ നോക്കുമ്പോഴേക്കാണ് മനസ്സിലായത് പച്ചരിയാണെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് വേഗം പൂരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ മുട്ടക്കറിയും പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേട്ടാ. സമയമാണെങ്കിൽ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. എന്ത് വയ്യെങ്കിലും നമ്മൾ തന്നെ അടുക്കളയിൽ ഇറങ്ങണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കില്ല. അങ്ങനെ പിന്നെ ഇതാ പൂരി ആടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്നിട്ട് ഞാൻ വേഗം മുട്ടക്കറിക്ക് ഇറങ്ങിയത്. നൂറാണെങ്കിൽ ഇന്ന് ലീവാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്തിനേലും ഒന്ന് സഹായിക്കുന്നു. ഇടയ്ക്ക് മൂപ്പർ സഹായിക്കും, ഇടയ്ക്ക് മൂപ്പർക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞപാട് ഞാനിങ്ങനെ തേങ്ങ വെള്ളം കൊണ്ട് മുഖം കഴുകും. തേങ്ങാവെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ കുറേ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവും. അതുപോലെ തന്നെ മുഖക്കുരുവൊന്നും ഉണ്ടാവില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ പിന്നെ ഇതാ ഞാൻ മുട്ടക്കറിക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് ചുറ്റിക്കേ ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ മുട്ട കട്ട് ചെയ്തിട്ടതാണ്, പിന്നെ അത് പൊടിഞ്ഞു പോവും. അതിനിടയ്ക്ക് ഇതാ നൂറ് എണീച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നൂറിന് ചായയും കൂടി വെച്ച് കൊടുക്കണം. പിന്നെ ഞാനിതാ വേഗം ബ്രെഡും പൊരിച്ച് ചായയും കൂടി ആക്കാമെന്ന് വിചാരിച്ച്. ബ്രെഡ് പൊരിച്ചാൽ പിന്നെ 2 കാര്യമുണ്ട്, നെയ്ഹക്ക് സ്നാക്സിനും കൂടി കൊടുക്കുക. അങ്ങനെ നൂറിന് ചായ കൊടുത്ത് മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പയും മോളും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാന്ന്. അപ്പോൾ എന്നു വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സെല്ലാം മാറി വരാൻ. അപ്പോൾ ഓള് തന്നെ ഒക്കെ ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നെയ്ഹക്ക് പൂരിയും മുട്ടക്കറിയും തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ സ്നാക്സിനും കൂടി കട്ട് ചെയ്ത് കൊടുത്ത് നെയ്ച്ചു ഇതാ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നെയ്ഹനെ ഒരുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, കാരണം ഇന്ന് മൂപ്പര് കുളിപ്പിച്ച് കഴിഞ്ഞൊരു ട്രൗസർ മാത്രം ഇട്ടിട്ട് ഉണ്ടായിന്. അങ്ങനെയുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റൂല. അങ്ങനെ പിന്നെ ഇത് അവളെ മുടിവാരലും എല്ലാം കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പ തന്നെ കൊണ്ടാക്കണം സ്കൂളിലേക്ക്. ഞാൻ എപ്പം കൊണ്ടാക്കുന്നതും ഒക്കെ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഇതാ നൂറ് അവരെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് അലക്കിയ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം പോയിട്ടാ അലക്കിയ തുണിയൊക്കെ മുറ്റത്ത് വിരിച്ചിട്ടിട്ട്. കിച്ചണാണെങ്കിൽ കാണാനായിട്ട് കഴിയൂല. ഞാൻ പൂരി ഉണ്ടാക്കുന്നോറും ഓരോരോ പാത്രങ്ങളായാലും കഴുകി വെക്കും. പക്ഷെ എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇവർ പോകുമ്പോഴേക്ക് വാഷ് ബേസ് ഇത്രയും നിറഞ്ഞ് കിടക്കണേന്ന്. അങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ കിച്ചൻ്റെ കോലം. ഇനി ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇത് 100 വലിയൊരു കേതൽ വാങ്ങിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക.